മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മറ്റ് ചില രചയിതാക്കളുടെ ഗാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. TJ വർക്കി, ചാൾസ് ജോൺ തുടങ്ങി പ്രശസ്തരായ മറ്റ് പല രചയിതാക്കളുടെ ഗാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ TJ വർക്കിയുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന ഗാനത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ TJ വർക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും TJ വർക്കി ആശാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആശാൻ എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അക്കാലത്ത് മലയാളം അധ്യാപകരെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആശാൻ എന്ന പേര് പ്രസിദ്ധമായത്. എന്നാൽ TJ വർക്കി ആശാൻ ഒരു അധ്യാപകൻ വൃത്തിയാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും സുവിശേഷ വേലയാണ് ദൈവത്തിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞിട്ട് അധ്യാപക വൃത്തിയോട് വിട പറഞ്ഞ പൂർണ്ണസമയ സുവിശേഷകനായ ഒരു വ്യക്തിയാണ്. ഇന്ന് ഉള്ള ഈ തലമുറയിൽ ആശാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം ഞാൻ ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ചിലർ കേട്ടുപോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കി. നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നവരാണ് ഇപ്പോൾ ആശാന്മാരെന്ന് പറയുന്നത്. അതും ഇപ്പോൾ ഇല്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ മലയാളം അധ്യാപകരായിരുന്നവരെ വിളിച്ചിരിക്കുന്ന ആശാൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പാട്ട് എഴുതിയിട്ടുള്ള പല ആളുകളും അധ്യാപകരായിരുന്നു. ഉദാഹരണം പറയുമ്പോൾ TJ വർക്കി ആശാൻ മാത്രമല്ല, PV തൊമ്മി ഉപദേശി, MV ചെറിയാച്ചൻ, ഇവരൊക്കെ അധ്യാപകരായിരുന്നു. എനിക്ക് തോന്നുന്നു ഭാഷാപരമായും അതുപോലെ തന്നെ കാവ്യപരമായ ഒരു പൈതൃകം അവർക്ക് കിട്ടാനുള്ള ഒരു നിമിത്തം ഒരു പക്ഷേ അതായിരിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി ഉള്ളിൽ എരിയുന്ന ഒരു ആത്മീയ തേജസ് ഉള്ളതായിരുന്നുകൊണ്ട് അവർ മറ്റേ ലൈനിലേക്ക് കൂടുതൽ തിരിഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ TJ വർക്കി ആശാന് മധ്യതിരുവിതാംകൂറിൽ ജനിച്ച് വളർന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ നാട് തിരുവല്ലായിക്കടുത്ത് ആഞ്ഞിലിത്താനം, കവിയൂർ ആഞ്ഞിലിത്താനം എന്ന് പറയും. 1857 ജനനം. 74 വയസ്സുള്ളപ്പോൾ 1931 അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ സാധു കൊച്ചു ഉപദേശിക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരാൾ. അതെ, അദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് 50-ലേറെ പാട്ടുകൾ മലയാളികൾക്ക് നൽകിയിട്ടുണ്ട് ഈ TJ വർക്കി ആശാൻ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സംഗീത ബോധമുള്ള വ്യക്തിയാണ്. ഈ പാട്ട് തന്നെ ആദ്യ താളത്തിലാണ് രചിച്ചിട്ടുള്ളത്. ആദ്യ താളം തോടി എന്ന് എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല സംഗീതം ആലപിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കേരളത്തിലെ ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ വളർച്ചയിൽ മാരാമൺ കൺവെൻഷന് ഒരു നിസ്തുലമായൊരു സ്ഥാനമുണ്ട്, സ്വാധീനവുമുണ്ട്. ഗാനങ്ങൾ അവിടെ ആലപിക്കപ്പെടുന്നത് മാത്രമല്ല പ്രചരിക്കുന്നതിനും ഇതൊരു നിമിത്തമായി തീരുന്നു. നമ്മൾ ഇന്നെടുക്കുന്ന പല പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളാണ്. ഈ TJ വർക്കി ആശാൻ ആദ്യ വർഷങ്ങളിലെ ആദ്യ ദശകങ്ങളിലെ എന്ന് പറയാൻ ശരി മാരാമൺ കൺവെൻഷൻ്റെ പാട്ടുകാരനായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 പേര് അന്നത്തെ പ്രധാന പാട്ടുകാർ. ഒന്ന് T കോശി, ആത്മോപകാരി T കോശി അച്ഛൻ എന്നൊരു അച്ഛൻ CSI സഭാംഗമായിരുന്നു. മറ്റൊന്ന് ഈ വർക്കി ആശാൻ എന്ന വ്യക്തിയാണ്. വേറൊന്ന് കോഴികുന്നത്ത് KM മാത്യു കച്ചീച്ച. ഈ 3 പേര് നിന്നുകൊണ്ടാണ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പാടിയതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സംഗീത ബോധമുണ്ടായിരുന്ന, സംഗീതം ആലപിക്കാൻ കഴിയുമായിരുന്നൊരു വ്യക്തിയാണ്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ പാട്ട് തന്നെ അതിനേറ്റവും ഒരു തെളിവാണ്. കാരണം സംഗീത ബോധത്തോടുകൂടെ ആലപിക്കാവുന്ന ഒരു ഗാനമാണെന്ന് പറയുന്നത്. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ്. പ്രാർത്ഥനാ ഗാനം എന്ന് പറയുമ്പോൾ ഏത് സന്ദർഭത്തിലും പാടാം. പ്രാർത്ഥനയ്ക്ക് മുൻപായി ദൈവസന്നിധിയിൽ ശിരസ് നമിക്കുമ്പോൾ ഇത് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാവുന്ന ഒരു ഗാനമാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അപ്പച്ചന്മാരൊക്കെ വെളുപ്പിനെ പാടി ഈ ഗാനം ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വിവാഹം, അതുപോലെ മറ്റ് പല സമയങ്ങളിലും ഈ പാട്ട് പാടി കേൾക്കും. ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് നിന്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുരിശിൽ കിടന്ന സമയത്ത് കള്ളൻ്റെ യാചനകൾ പോലും കേട്ടവനല്ലേ നീയെ, അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന തിരുമുൻപാകെ സ്വീകരിക്കപ്പെടണമേ എന്ന് പറയുന്ന. അപ്പോൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു ഗാനമാണ് പരനെ നിൻ തിരുമുൻപിൽ എന്ന് പറയുന്നത്. അതും പ്രാർത്ഥനാ ഗാനമാണ്. അത് പരമദയാലു എന്ന് പറയുന്ന ഒരു പാട്ടുള്ളത്. അതെല്ലാം പ്രാർത്ഥനാ ഗാനം.
എനിക്ക് തോന്നുന്നത് വർക്കിയാശാൻ്റെ പാട്ടുകളെ പൊതുവെ നമുക്ക് പ്രാർത്ഥനാ ഗാനങ്ങളെന്ന് വിളിക്കാം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു പാട്ടാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ച പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ്റെ യാചന പാട്ട് എഴുതിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇവർ സംഗീതം പഠിച്ചിരുന്നു. കാരണം അന്ന് എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ഇതുപോലെ താളം ഏത് രാഗത്തിലുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ കുറിക്കപ്പെട്ടിട്ടുണ്ട് പാട്ട് പുസ്തകങ്ങളിൽ. അതിനെക്കുറിച്ച് വല്ലതും അച്ഛന് ബോധ്യമുണ്ടോ? അത് അവർ സംഗീത ബോധമുള്ളവരായിരുന്നു, കുറച്ച് പഠിച്ചവരുമുണ്ട്. കാരണം അക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സംഗീതം എന്ന് പറയുന്നത്. കുറച്ച് പെൺകുട്ടികളാണ് സംഗീതം പഠിപ്പിച്ചിരിക്കും, നല്ല വീട്ടിൽപ്പെട്ട പെൺകുട്ടികളെ സംഗീതം അവർ പഠിപ്പിച്ചിരിക്കും എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയി ആലപിക്കാൻ വേണ്ടിയല്ല, ഈ വീട്ടിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് മറ്റും ഉപയോഗിക്കുമ്പോൾ ഈ സംഗീത ബോധത്തോടുകൂടെ അത് വേണം ആലപിക്കാനെന്ന ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇന്നുള്ള പാഠപുസ്തകങ്ങളിലും ഇങ്ങനെ ഈ രാഗമോ താളമോ ഒന്നും കുറിക്കപ്പെട്ടിട്ടില്ല. പഴയ പാഠപുസ്തകങ്ങളിലെല്ലാം അവ അപ്പടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആലപിക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഉള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ് പ്രാർത്ഥന കേൾക്കണമേ എന്നാരംഭിക്കുന്ന ഈ മനോഹരമായ ഗീതം. ഏതായാലും നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നീരില്ലേ, വേറാരുമിൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമിൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഭൃത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ ഉത്തരം നൽകിയതോർത്തത്യാദരം തൃപ്പാദം തേടിയിടുന്നേ, അത്യാദരം തൃപ്പാദം തേടിയിടുന്നേ. കള്ളന്റെ യാചന കേട്ടുള്ള ലിഞ്ഞനിൻ തുല്യമില്ലാതയോർത്തിതാവന്നൻ നല്ലവനേ സതതം, ഇതാവന്നൻ നല്ലവനേ സതതം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.
നിത്യതയിൽ നിന്നുള്ള തന്ത്യ സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ എനിക്കു നീ പുത്രത്വം തന്നതിനാൽ യേശുവിൻ മൂലമെൻ യാചന നൽകുമെന്നാശയിൽ കെഞ്ചിടുന്നേ നല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ അല്ലാതെന്നിൽ ദേശയും നന്മയില്ലേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ. അച്ഛാ, അതുപോലെ മറ്റൊരു ഗാനരചയിതാവാണ് ചാൾസ് ജോൺ എന്നറിയപ്പെടുന്ന ഗാനരചയിതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പാട്ട്, ഏത് അവസരത്തിലും നമുക്ക് പാടാൻ കൊള്ളാവുന്ന നല്ലൊരു ഗാനം, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഏതവസരത്തിലും നമുക്ക് പാടാൻ പറ്റിയ നല്ലൊരു ഏതവസരത്തിലും പാടുന്നതുമാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ചും ഒക്കെ ബന്ധപ്പെടുത്തി, ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇത് പാടുമ്പോൾ മനസ്സിൽ വലിയൊരു ആനന്ദവും ഒരു ആശ്രയത്വ ബോധവും ഒക്കെ തോന്നുന്നൊരു പാട്ടാണത്. ഈ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ സാർ? നമ്മളിതുവരെ പറഞ്ഞു വന്ന ഗാനരചയിതാക്കളെല്ലാം കാലത്ത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയവരാണ്. പക്ഷേ ചാൾസ് ജോൺ നമുക്ക് സമകാലീനനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗാനം എഴുതി തുടങ്ങിയ വ്യക്തിയാണ്. റാന്നിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത്. 14-ാമത്തെ വയസ്സിൽ മുതൽ പാട്ട് എഴുതി തുടങ്ങിയതാണ്. 100-ലേറെ പാട്ടുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും പ്രഖ്യാതമായത് ഈ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലൂടെ ആണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അധികവും പ്രഖ്യാതമായത്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു എന്ന് പറയാൻ ആരംഭിക്കുന്നതായ ഗീതം എന്ന് പറയുക. സാറ് മുമ്പേ സൂചിപ്പിച്ച പോലെ ഏത് സന്ദർഭത്തിലും ഏത് യോഗത്തിന് നടുവിലും അതുപോലെ തന്നെ ഭവനത്തിൽ വെച്ചായിരുന്നാലും ഏത് ചടങ്ങിനും നമുക്ക് ആലപിച്ചുകൊണ്ട് ആരംഭിക്കാവുന്ന ഒരു ഗീതമാണ്. എനിക്കൊന്ന് ലാളിത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ലളിതമായൊരു സുവിശേഷ സത്യത്തെ ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ചുവട് വയ്ക്കുന്നു. മനോഹരമായി പറയും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എനിക്ക് ആനന്ദമുണ്ട്. എനിക്ക് വളരെ ലളിതമായിട്ട്, അതായത് നമ്മുടെ എപ്പിസോഡിന്റെ ടൈറ്റിൽ തന്നെ മഞ്ഞുതുള്ളികളിലാണ്. മഞ്ഞുതുള്ളികൾ പോലെ മനസ്സിലേക്ക് ഇതിനെ കിനിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ഗാനമാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ പ്രയാസമെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന, ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ഒപ്പം ആനന്ദം നൽകുന്ന മനോഹരമായൊരു ഗീതമാണ്. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികിൽ
തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും താൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അച്ഛാ, തോമി ഉപദേശിയുടെ ഗാനമാണ് വന്ദനവേശുവര നിനക്കെന്നും വന്ദനവേശുവര. ഇതുപോലൊരു സ്തോത്ര ഗീതം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഭവനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, വിവാഹ സംബന്ധിയായി ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സ്തോത്ര ഗീതം. ഈ ഗാനത്തെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? സാധാരണ ഇന്ന് പള്ളികളിൽ ശുശ്രൂഷ ആരംഭ ഗാനമായിട്ടാണ് ഇത് ഏറെ ഉപയോഗിക്കുന്നത്. കാരണം ദൈവത്തെ വന്ദിച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗാനമായതുകൊണ്ടെന്ന് പറയുന്നത്. സാറ് പറഞ്ഞതുപോലെ ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന പാട്ടുമാണ് പറയുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ കൃതജ്ഞതാ നിർഭരമായൊരു മനസ്സിൽ നിന്ന് ഉറവെടുത്തതാണ്.
ഈ കൃതജ്ഞത ബോധം ഉള്ളിലുള്ളപ്പോൾ മാത്രമേ ദൈവത്തെ നമ്മൾ ഏറെ സ്തോത്രം ചെയ്യുകയുള്ളൂ, ഏറെ മഹത്വപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തൻ്റെ ഭാവം തന്നെ അടിസ്ഥാനപരമായി ഇതാണ് എന്ന് പറയുന്നത്. അല്ലെ യേശുനാഥ അങ്ങേക്ക് ഞാൻ വന്ദനമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു മനസ്സ്, ആ പറയുക കൃതജ്ഞതാ നിർഭരമായ ഒരു മനസ്സിൽ നിന്ന് എന്ന് പറയാം. ഉദാഹരണം പറയുമ്പോൾ അതിനകത്ത് ഈ ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുടിയ, എന്നോട് ചില ചോദിച്ചിട്ടുണ്ട് ഈ പുഴുക്കൾ എന്ന് പ്രയോഗം നടത്താവുന്നു. അപ്പോൾ ഒരു ഭക്തൻ എളിമ അതിൻ്റെ പരമാവധിയിലേക്ക് വരികയാണ്. കാരണം ദൈവമേ, ഞാനൊരു കീടം പോലെ, ഒരു കീടജന്മമാണല്ലോ എൻ്റേത്, എന്നാൽ അങ്ങനെയുള്ള എന്നേക്ക് ഇത്ര മഹത്വകരമായ ഒരു പദവി നൽകിയല്ലോ. ആ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പദവിയാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന പോലെ മാലാഖമാര്, ശ്രാഫ്യന്മാര് ചിറകടിച്ച് പറന്നുകൊണ്ട് സൈനിക ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പാടി ചൊല്ലുന്നൊരവസ്ഥയില്ലേ? അപ്പൊ ആ അവസ്ഥയിലേക്ക് ഈ കീടജന്മമാകുന്ന എന്നെ നീ ഉയർത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഭക്തന്റെ മനസ്സിൽ നിന്ന് ഉറവെടുക്കുന്ന ഒരു ഗാനമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്തോത്ര ഗാനമാണ്. ഒപ്പം തന്നെ അതുകൊണ്ട് ശുശ്രൂഷ ഗാനമായിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര, വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നതമാം കൃപയ്ക്ക് അഭിവന്ദനം ചെയ്തിടുന്നു, തന്നതിന്നുന്നതമാം കൃപയ്ക്ക് അഭിവന്ദനം ചെയ്തിടുന്നു. രുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി, നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധവും വന്നിടാമേ സന്തതം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധവും വന്നിടാമേ സതതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കരുളാൻ പാത്രയതേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ, പാത്രയതേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം, വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്, ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക്. മന്നരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷാകരൻ നീ, മന്നരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷാകരൻ നീ. മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ, മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാരുള്ളൂ ജീവനാഥ, നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാരുള്ളൂ ജീവനാഥ. നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരനേ, നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര, വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി,
വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ആദരവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ എന്ന് തുടങ്ങിയാണ് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന, ഈ പാട്ടുകളിലൂടെ ഒരു പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇവയെല്ലാം വചനമായി കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാവർക്കും നന്ദി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം